Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് 1ലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 20. The sequence xn is defined by the following formulas for the nth term. നമുക്ക് ഇവിടെ സീക്വൻസിന്റെ nth ടേമിന്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. Write the first 5 terms in each case. ഈ സീക്വൻസിന്റെ ആദ്യത്തെ 5 ടേംസ് നമ്മൾ ഫൈൻഡ് ചെയ്യാം. നമുക്ക് ആദ്യം xn equal to 1 plus minus 1 raised to എന്നുള്ള സീക്വൻസിന്റെ ആദ്യത്തെ 5 ടേംസ് ഫൈൻഡ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം n ന് നമ്മൾ 1 കൊടുക്കാം. അപ്പോൾ നോക്കൂ, n ന് നമ്മൾ 1 കൊടുക്കുമ്പോൾ 1 plus minus 1 raised to 1 വരിക. ഓക്കെ, അപ്പോൾ നോക്കൂ, 1 plus minus 1 raised to 1 എന്ന് പറയുമ്പോൾ ഇത് 1 plus minus 1 raised to 1 എന്താണ്? അത് minus 1 ആണ്. അപ്പോൾ നോക്കൂ, 1 plus minus 1 എന്ന് പറയുമ്പോൾ അത് 1 minus 1 ആണ്. നമുക്ക് 0 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? n ന് 2 കൊടുക്കുക. അപ്പോൾ നോക്കൂ, 1 plus minus 1 raised to ഇവിടെ 2 എന്ന് കൊടുക്കാം. നോക്കൂ, 1 plus minus 1 സ്ക്വയർ, minus 1 സ്ക്വയർ നമുക്കറിയാം അത് 1 ആണ്. ഇവിടെ 1 ആണ് കിട്ടുക. ഇവിടെ 1 plus 1 നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം 2 എന്ന് കിട്ടും. നോക്കൂ, നമ്മൾ n ന് 3 കൊടുക്കുമ്പോൾ 1 plus minus 1 raised to 3 എന്ന് പറയുമ്പോൾ 1 plus minus 1 ക്യൂബ് അത് minus 1 ആണ്. സോ 1 plus minus 1 എന്ന് പറയുമ്പോൾ 1 minus 1 ആണ്, 0 എന്ന് കിട്ടും. നമുക്ക് 0 എന്ന് കിട്ടും. ഇനി n നമ്മൾ എന്ത് ചെയ്യാം? 4 കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുക്കാം 4. അപ്പോൾ 1 plus minus 1 raised to 4. minus 1 raised to 4 എന്താണ്? അത് plus 1 ആണ്. അപ്പോൾ 1 plus 1 നമുക്ക് again 2 എന്ന് കിട്ടും. അപ്പോൾ again n ന് 4 കൊടുക്കുമ്പോൾ 2 എന്ന് കിട്ടും. ഇനി നമ്മൾ n ന് 5 കൊടുക്കുമ്പോൾ ഇവിടെ n ന് 5 കൊടുത്തു നോക്കാം. 1 plus minus 1 raised to 5. minus 1 raised to 5 എന്ന് പറഞ്ഞാൽ അത് minus 1 ആണ്. അപ്പോൾ 1 plus minus 1 കിട്ടും. അപ്പോൾ 1 minus 1 എന്തായി പോകും? 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് 0 2 0 2 എന്നാണ് കിട്ടുക. അപ്പോൾ 0 2 0 2 0. ഇതാണ് നമ്മുടെ സീക്വൻസിന്റെ ആദ്യത്തെ 5 ടേംസ്. നെക്സ്റ്റ് സീക്വൻസ് xn equal to minus 1 raised to n divided by n. നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം n ന് 1 കൊടുക്കുമ്പോൾ x1 equal to minus 1 raised to 1 by 1. n ന് ഇവിടെ 1 കൊടുക്കുക. സോ നമുക്കറിയാം minus 1 raised to 1 എന്ന് പറഞ്ഞാൽ minus 1 ആണ് by 1. minus 1 by 1 നമുക്കറിയാം അത് minus 1 ആണ്. സോ ഫസ്റ്റ് ടേം minus 1 കിട്ടും. സെക്കൻഡ് ടേം x2 എന്ന് പറയുമ്പോൾ minus 1 raised to 2 by 2 എന്ന് പറയുമ്പോൾ minus 1 സ്ക്വയർ നമുക്കറിയാം അത് 1 ആണ്. സോ ഇവിടെ 1 by 2 എന്ന് കിട്ടും. സെക്കൻഡ് ടേം 1 by 2. തേർഡ് ടേം x3 equal to minus 1 raised to 3 by 3. നമുക്കറിയാം minus 1 ക്യൂബ് minus 1 ആണ്. സോ ഇത് minus 1 by 3 എന്ന് കിട്ടും. ഫോർത്ത് ടേം x4 minus 1 raised to 4 by 4. minus 1 raised to 4 എന്താണ്? അത് 1 ആണ്. സോ 1 by 4 എന്ന് കിട്ടും. ഫിഫ്ത്ത് ടേം x5 കിട്ടാൻ x5 equal to minus 1 raised to 5 by 5. minus 1 raised to 5 minus 1 ആണ്. സോ minus 1 by 5. നമുക്കിവിടെ minus 1 by 5 എന്ന് കിട്ടും. സോ ഇതായിരിക്കും നമ്മുടെ സീക്വൻസിന്റെ ഫസ്റ്റ് 5 ടേംസ്.